നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന നിവിൻ്റെ പരാതിയിൽ നടന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതിനിടെ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ച് പരാതിക്കാരിയുടെ മൊഴിയുമെടുത്തു. അതിനിടെ നടൻ ജാഫർ ഇടുക്കിക്കെതിരെ ആലുവ സ്വദേശിനിയായ നടി പോലീസിൽ പീഡന പരാതി നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, മറ്റു പല സിനിമാ മേഖലയിലെ മറ്റു പല പീഡന കേസുകളും പരിശോധിച്ചാൽ അവിടെയൊക്കെ ചില തെളിവുകൾ ഉണ്ടായിരുന്നു അവർക്കെതിരെ, അല്ലെങ്കിൽ മൊഴികൾ ശക്തമായിരുന്നു. പക്ഷേ ഈ നിവിൻ പോളിയുടെ കേസിൽ ഇത്തരമൊരു ആരോപണം, പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നിവിൻ പോളി അന്ന് മാധ്യമങ്ങളെ കണ്ട് തനിക്ക് ആ യുവതിയെ അറിയില്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തുറന്നു പറയുകയും നിവിൻ പോളിയെ പിന്തുണച്ചുകൊണ്ട് വിനീത് ശ്രീനിവാസനെ പോലുള്ള ആളുകൾ രംഗത്തെത്തുക ഉൾപ്പെടെ ചെയ്തു. മാത്രമല്ല, ഈ മുകേഷിന് ഉൾപ്പെടെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഈ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തും. പക്ഷേ ഈ നിവിൻ പോളിയുടെ കേസിൽ അത്തരമൊരു അറസ്റ്റോ നടപടിയോ ഉണ്ടായിട്ടില്ല. അതായത് പോലീസിന് പോലും അത്തരമൊരു സംശയം ഉണ്ടായിട്ടുണ്ടോ ഈ പരാതി വ്യാജമാണെന്ന്? കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിയെ SIT ഓഫീസിലേക്ക്, അതായത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്തേക്ക് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു ചോദ്യം ചെയ്യലുണ്ടായത്. ഇവിടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് നിവിൻ പോളി ചോദ്യം ചെയ്യലിനായി എത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ, ഒന്ന് ഈ പെൺകുട്ടി പറയുന്ന തീയതികൾ, അതായത് 2023-2024 ഡിസംബർ 14, 15 തീയതികളിൽ ദുബായിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ള 6 പേർ, നിവിൻ പോളി കേസിൽ 6ാം പ്രതിയാണ്, നിവിൻ പോളി അടക്കമുള്ള 6 പേർ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ്, തന്നെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഈ തീയതികളിൽ നിവിൻ പോളി ദുബായിലായിരുന്നില്ല, കൊച്ചിയിലായിരുന്നു എന്നതിന്റെ തെളിവുകൾ കൃത്യമായി നിവിൻ പോളിയുടെ കയ്യിലുണ്ട്. അത് നിവിൻ പോളി തന്നെ അഭിനയിച്ച ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ്, അതും കൊച്ചിയിൽ ഒബ്രോൺ മാളിലും നിവിൻ പോളി താമസിച്ചത് മാരിയറ്റിലുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ദൃശ്യങ്ങളടക്കം ഹാജരാക്കിക്കൊണ്ടാണ്, അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച നടി പാർവതിയും ഇത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതടക്കമാണ് നിവിൻ പോളി ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ കൊണ്ടുവന്നത്. മറ്റൊരു കാര്യം, ഈ ദുബായിലാണെന്ന് പറയുന്ന ദിവസങ്ങളിലെ തന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഹാജരാക്കിയിട്ടുണ്ട്. ആ തീയതികളിൽ നിവിൻ പോളി ദുബായിലേക്ക് കടന്നിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നത് എന്ന കാര്യങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തെളിവുകളാണ് ആ പാസ്പോർട്ടിന്റെ കോപ്പിയിലുള്ളത്. അങ്ങനെ ഈ രണ്ട് തെളിവുകളും കൊണ്ടാണ് നിവിൻ പോളി ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. എന്തായാലും അന്വേഷണ സംഘത്തിനും ഇതിലെ ഒരു വ്യാജ പരാതിയാണോ എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും എത്തി നിൽക്കുന്നത്. കാരണം ഈ പെൺകുട്ടി പറയുന്ന പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ആദ്യം തീയതി പറയുന്നു, പിന്നീട് പറയുന്നു അത് താൻ ഉറക്കപ്പിച്ചിലാണ് ആ തീയതി പറഞ്ഞതെന്ന്. പിന്നീട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിവിൻ പോളിക്കെതിരെ ഹാജരാക്കുവാനും ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ പെൺകുട്ടി പറയുന്നതിലെ മൊഴിയിലെ ചില വൈരുദ്ധ്യവും അന്വേഷണ സംഘത്തിന് ഈ നിവിൻ പോളി ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഉടൻ തന്നെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ താരങ്ങൾക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികളിൽ ഏറ്റവും വേഗത്തിൽ തീർപ്പാക്കുന്നത് നിവിൻ പോളിയുടെ കേസാകാനാണ് സാധ്യത എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ നിവിൻ പോളി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം കുറ്റപത്രം എത്രയും വേഗം നൽകി കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അങ്ങനെയാണ് നിവിൻ പോളിയെ ഇന്നലെ ചോദ്യം ചെയ്തത്. അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ, കാരണം നിവിൻ പോളി നിരപരാധിയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ ഈ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നടപടി ഉണ്ടാകുമോ? കാരണം ആ യുവതിക്കെതിരെയും നടൻ നിവിൻ പോളിയും പരാതി നൽകിയിട്ടുണ്ടല്ലോ, ഇത്തരമൊരു വ്യാജ പരാതി നൽകിയതിനെതിരെ.
അതെ, ഇന്നലെ അന്വേഷണ സംഘം ആ കാര്യത്തിലും നിവിൻ പോളിയുടെ വിശദമായ മൊഴിയെടുത്തിരുന്നു. നിവിൻ പോളി തുടക്കം മുതൽ പറഞ്ഞത്, അതായത് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ വളരെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അതിൽ നിവിൻ പോളി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടിയുമായി തനിക്ക് യാതൊരുവിധ പരിചയവുമില്ല, അങ്ങനെ സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി താൻ ആരെയും വിളിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദുബായിലേക്ക് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരേ ഉത്തരം തന്നെയാണ് നിവിൻ പോളി പറഞ്ഞത്. അതിനുശേഷം നിവിൻ പോളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, തനിക്കെതിരെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണോ, അതായത് മുഖ്യമന്ത്രിക്കുൾപ്പെടെ DGPക്ക് അടക്കം നിവിൻ നൽകിയ പരാതിയിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണോ തനിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നതായി താൻ സംശയിക്കുന്നു എന്നുകൂടി നിവിൻ പോളി പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ നിവിൻ പോളി നൽകിയ ഈ ഗൂഢാലോചന, തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ പരാതിയും പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് പരിശോധിക്കുന്നത്, അന്വേഷിക്കുന്നത്. അവർ ഇന്നലെയും നിവിൻ പോളിയെ വിളിച്ചപ്പോൾ ഇക്കാര്യം വിശദമായി ചോദിച്ചു. ഇതിലും കൃത്യമായിട്ടുള്ള മൊഴി നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്നും രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന പീഡന പരാതിയിൽ നിവിൻ പോളി ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ ഏത് വിധത്തിലായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. അതോ നിവിൻ പോളി മാത്രമാണോ, മറ്റ് 5 പ്രതികളും, ഇതിലൊരു നിർമ്മാതാവ് അടക്കമുള്ളവരുണ്ട്, ഒരു പെൺകുട്ടിയുമുണ്ട്, ആ പെൺകുട്ടി വഴിയാണ് ഈ പരാതിക്കാരി ദുബായിലേക്ക് പോയതെന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 പേര് മാത്രമാണോ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, നിവിൻ പോളി ഇതിൽ നിരപരാധിയാണോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായി മാത്രമായിരിക്കും ഈ പെൺകുട്ടിക്കെതിരെ ഏത് വിധത്തിലുള്ള നടപടിയുമായി അല്ലെങ്കിൽ എന്ത് നീക്കവുമായി മുന്നോട്ട് പോകാമെന്ന് അന്വേഷണ സംഘം ആലോചിക്കുക. എന്തായാലും നിലവിൽ ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലും മൊഴിയെടുപ്പിലും നിവിൻ പോളി തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുന്ന എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. ടോം. നവമി, തുടരുക. കാരണം ഈ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യാജ പരാതികൾ, ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നാൽ മറ്റ് പരാതികളിലെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടാം. കാരണം ആലുവ സ്വദേശിനിയായ നടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടും ഇത്തരം ചില സംശയങ്ങളുണ്ട്. കാരണം ആ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു, അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവർ കൂടുതൽ ആരോപണങ്ങളും പരാതികളുമായി മുന്നോട്ട് വരുന്നുമുണ്ട്. ആ വാർത്ത കൂടി പരിശോധിക്കും. ബലാത്സംഗ കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും തുടങ്ങി. നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുന്ന കാര്യം സിദ്ദിഖിന്റെ അഭിഭാഷകർ ആലോചിക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ സുപ്രീം കോടതി 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെ സിദ്ദിഖ് ഹാജരാകും എന്ന് അഭിഭാഷകർ വ്യക്തമാക്കിയതാണ്. ഇതുവരെയും അത്തരം ഒരു നീക്കം ഉണ്ടായിട്ടില്ല. സിദ്ദിഖ് എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോം, നിലവിൽ അത്തരം സൂചനകളൊന്നുമില്ല. കാരണം സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്നതും അല്ലെങ്കിൽ സിദ്ദിഖ് ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയോ എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയായിരുന്നുവോ സിദ്ദിഖിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് മുതലുള്ള ആ സമയത്ത് സിദ്ദിഖ് ഒളിവിൽ പോകുന്നു, പിന്നീട് ഒരു വിവരവും സിദ്ദിഖിനെ കുറിച്ചുണ്ടായിരുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. സിദ്ദിഖ് അഭിഭാഷകനുമായുള്ള ഒരു ആശയവിനിമയം, അത്തരം കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും തന്നെയും നമുക്ക് ഓഫീസിലെത്തുകയോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങൾ കാണുകയോ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും തന്നെ വന്നിട്ടില്ല. സിദ്ദിഖ് നിലവിലും ഒളിവിൽ തന്നെയാണ് എന്ന് തന്നെയാണ്. കാരണം മറ്റാരെങ്കിലുമായിട്ട് ബന്ധപ്പെടുന്നത് സംബന്ധിച്ച് യാതൊരു സൂചനകളും തന്നെയില്ല. അതിനിടയിലാണ് സിദ്ദിഖ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നത് വ്യക്തമാക്കിയിരുന്നു. ഇതിനനുസരിച്ച് സിദ്ദിഖിന്റെ അഭിഭാഷകർ പറഞ്ഞത്, വിധിയുടെ പകർപ്പ് കിട്ടിയാൽ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തിയേക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം അതിൽ പിന്നിടുന്നു, ആ സമയം എത്തിയിരിക്കുന്നു. അപ്പോഴും അങ്ങനെ ഒരു നീക്കം എവിടെയും നിന്നും അത് ആരംഭിച്ചിട്ടില്ല. അതിന് ഒരു കാരണമായി പറഞ്ഞിരിക്കുന്നത്, അന്വേഷണ സംഘം അവർ നോട്ടീസ് നൽകി സിദ്ദിഖിനെ വിളിപ്പിക്കാം. നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കറിയാം, അന്വേഷണ സംഘം പലരെയും തന്നെ ഈ പരാതി ഉണ്ടായിരുന്നവർ അവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അത് തന്നെ ഇവിടെയും അനുവർത്തിക്കുമെന്ന് തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനി കടന്നു പോകുന്ന ഓരോ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2 ആഴ്ച
രണ്ടാഴ്ചത്തേക്ക് മാത്രമായിട്ടാണ് ഈ ഒരു ഒഴിവ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് വേഗത്തിലാക്കാൻ തന്നെയാണ് സിദ്ദിഖിനൊപ്പമുള്ളവർ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന്റെ ഒരു അറിയിപ്പിനോ അവരൊരു നോട്ടീസിനോ ഒന്നും തന്നെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സിദ്ദിഖ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങോട്ട് സന്നദ്ധത അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ താൻ തയ്യാറാണ് എന്നത് അത് ഒരു വിശദമായിട്ട് തന്നെ അവരെ അറിയിക്കുകയും നിങ്ങൾക്ക് സമയം സ്ഥലവും എല്ലാം തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന രീതിയിൽ തന്നെ ഒരു അറിയിപ്പായിട്ട് നൽകാൻ തന്നെയാണ് തീരുമാനം. കാരണം അങ്ങനെയെങ്കിൽ അത് ഇനി കേസ് പരിഗണിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു സിദ്ദിഖിന്റെ കാര്യങ്ങൾക്ക് പറയാൻ ഒരു കാര്യങ്ങളുണ്ടാകും. കാരണം താൻ തന്നെയാണ് ഇതിന് മുൻകൈയെടുത്ത് അറിയിക്കുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്തതെന്ന അടക്കമുള്ള ഒരു വാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനായിട്ട് സഹായകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു നീക്കം വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായേക്കും. സ്വാഭാവികമായി ഇതിന്റെ ഒരു കേസ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സിദ്ദിഖ് എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഡാനി? കാരണം കഴിഞ്ഞ ഈ ജാമ്യം ലഭിച്ച ശേഷം വീട്ടിലെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? കൊച്ചിയിലാണോ അദ്ദേഹം ഇപ്പോൾ ഉള്ളത്? ടോം, ഇത് സംബന്ധിച്ച ഒരു വിശദാംശവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. നമ്മളുള്ളത് ഇവിടെ കാക്കനാട് പടമുകളിലെ സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ തന്നെയാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെയാണ് ഇന്നുമുള്ളത്. ഇവിടെ ആരും തന്നെയും താമസമോ കാര്യങ്ങളോ ഉള്ളതായിട്ടില്ല. ഗേറ്റ് അടഞ്ഞിടക്കുന്നു. ഇവിടെ വീട്ടു വേലയ്ക്ക് നിൽക്കുന്ന ഒരാൾ മാത്രമാണ് ഇവിടേക്ക് വരികയും പോവുകയും എല്ലാം തന്നെ ചെയ്തത്. മറ്റൊന്നും തന്നെയില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ആലുവയിലുള്ള മറ്റൊരു വസതിക്ക് മുന്നിലും. അവിടെയും ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് സിദ്ദിഖോ അല്ലെങ്കിൽ മറ്റു വീട്ടുകാർ, സിദ്ദിഖിന്റെ ബന്ധുക്കളോ ആരും തന്നെയും ഈ രണ്ട് ഇടങ്ങളിലും തന്നെയും ഇല്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ഇപ്പോഴും ഒരു ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പോൾ പറയുന്നത് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണ് ചെല്ലേണ്ടതെങ്കിൽ കൊച്ചിയിൽ നിന്ന് മാറുന്നു എന്നതടക്കമുള്ള ഒരു സൂചനയുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ ഉണ്ട്, സിദ്ദിഖ് എപ്പോഴും കൊച്ചിയിൽ തുടരുന്നു എന്നതടക്കമുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിനൊരു സ്ഥിരീകരണം ഔദ്യോഗികമായിട്ടുണ്ടായിരുന്നില്ല. അന്വേഷണ സംഘം പലയിടങ്ങളിൽ പരിശോധിക്കുന്നു എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ മറ്റൊന്നുള്ളത്, കൊച്ചിയിലെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് സിദ്ദിഖ് എത്തേണ്ടതില്ല. കാരണം ഇവിടെയല്ല കേസ് കാര്യങ്ങളും ഒന്നും നടക്കുന്നതും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുമല്ല വരുന്നത്. മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇത് രണ്ടായി തിരിയുമ്പോൾ അതിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇത് കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയാൽ പോലും അത് തിരുവനന്തപുരത്തേക്ക് ഹാജരാകാനുള്ള നിർദ്ദേശമായിരിക്കും ഇവർ നൽകുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് മാറാനുള്ള ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഹാജരാകുന്നെങ്കിൽ അത് തിരുവനന്തപുരം ഉദ്യോഗസ്ഥർക്ക് മുന്നിലായിരിക്കാമെന്നാണ് സൂചന. അതുകൊണ്ട് ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഉള്ള ഒരു നീക്കം നടക്കുന്നത്. തീർച്ചയായും അതോടൊപ്പം അറിയേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം സിദ്ദിഖിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ, ഇടക്കാല വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ അത്തരം നീക്കങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നടക്കുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ രണ്ടാഴ്ചത്തേക്ക് ഒരു അറസ്റ്റ് തടഞ്ഞുകൊണ്ട്, അതായത് അറസ്റ്റ് ചെയ്താൽ തന്നെയും അതിൽ ജാമ്യം വിചാരണ കോടതിക്ക് ആനുപാതികമായിട്ടുള്ള ഇളവുകളോടുകൂടി ജാമ്യം അനുവദിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന് രണ്ടാഴ്ചത്തെ ഒരു പരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ മാത്രമായിരിക്കും ഇതിലുള്ള അപ്ഡേഷൻസ് അറിയിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സിദ്ദിഖ് ഈ അന്വേഷണവുമായി എത്രമാത്രം സഹകരിച്ചു അല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, സിദ്ദിഖ് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താൻ താൻ തയ്യാറാണ്, നോട്ടീസിന് കാത്തു നിൽക്കാതെ തന്നെ താൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് സിദ്ദിഖ് താൻ എപ്പോഴും വില്ലിംഗ് ആണ് എന്ന ഒരു സന്നദ്ധത അറിയിക്കുക തന്നെയാണ്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതിലൊരു വാദമുഖങ്ങൾ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. താൻ എവിടേക്കും പോകുന്നില്ല, എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഇവിടെ എത്താൻ സന്നദ്ധനാണ്, അന്വേഷണ സംഘത്തിന് എത്ര മണിക്കൂർ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്നതിന് സിദ്ദിഖ് അങ്ങോട്ടുള്ള ആ ഒരു സമീപനം
ഒരുപക്ഷെ സഹായകരമാകുമെന്ന് തന്നെയാണ്. അത് ഇനി 2 ആഴ്ച കഴിഞ്ഞ് ഈ കേസ് പരിഗണിക്കുമ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്താൽ അത് അറസ്റ്റിലേക്കും അടക്കമുള്ള കാര്യങ്ങൾ നീങ്ങാം. അറസ്റ്റ് ചെയ്താൽ ജാമ്യമോ അനുവദിക്കേണ്ടി വരും. അപ്പോൾ അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ 2 ആഴ്ചയ്ക്ക് കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരും തങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. ഇതിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്തതിനു ശേഷം എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിൽ ചേർക്കാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കപ്പെടും. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. സിദ്ദിഖ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കാനുള്ള ഒരു സന്നദ്ധത അഭിഭാഷകർക്കടക്കം ഒരു നിർദ്ദേശമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ അത് എന്നാണ് എപ്പോഴാണ് എന്നത് സംബന്ധിച്ച വ്യക്തതയിലേക്ക് വരും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ വീട്ടിലില്ല, ബന്ധുവീടുകളിലുള്ള സിദ്ദിഖ് എവിടെയുണ്ടെന്ന് സംബന്ധിച്ച് യാതൊരു സൂചനയും അന്വേഷണ സംഘത്തിനില്ല. അതിനിടെ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരിട്ട് ഹാജരാകാനുള്ള നീക്കം സിദ്ദിഖ് തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതി ഇന്നലെയാണ് സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇനി അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കം എന്നതുകൂടി അറിയേണ്ടതുണ്ട്. നടിക്കെതിരായ പോക്സോ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച്. പരാതിക്കാരിയുടെ മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് സംഘത്തിന് തെളിവുകൾ കൈമാറിയതായി പരാതിക്കാരി അറിയിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി ചെന്നൈയിൽ കൊണ്ടുപോയി കാഴ്ചവെക്കാൻ നടി ശ്രമിച്ചെന്നാണ് പരാതി. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ മുകേഷ് ജയസൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തി ആലുവ സ്വദേശിനിയായ നടിക്കെതിരെയാണ് ഈ പരാതിക്കാരി ഇത്തരമൊരു തന്നെ കാഴ്ചവെക്കാൻ, സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ, മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയുമായി ഈ യുവതി രംഗത്തെത്തുന്നത്. അതിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. നിലവിൽ ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഇവരുടെ ഈ പരാതിക്കാരുടെ മൊഴി എടുത്തിട്ടുണ്ടല്ലോ. ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ നവമി? ഇന്നലെ വൈകുന്നേരമാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു പരാതിയിൽ യുവതിയുടെ മൊഴിയെടുത്തത്. ഇതിനു മുൻപ് തന്നെ ആദ്യം SIT പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു പരാതിയിൽ മൊഴിയെടുത്തിരുന്നു. ഈ മൊഴി ഇതിനുശേഷം ഇപ്പോൾ വീണ്ടും മൊഴിയെടുക്കുന്നതിനുള്ള കാരണം ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പരാതി കൊടുത്തത്. ഈ DGPക്ക് നൽകിയ പരാതി അതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തിയ ശേഷമാണ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തത്. ഇന്നലെ വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്റെ വീട്ടിലെത്തിയെന്നാണ് പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതായത് ഈ നടിക്കെതിരെ, ആലുവ സ്വദേശിയായ നടിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ഈ പരാതിക്കാരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിന് ആസ്പദമായ സംഭവം, അതായത് ഈ പരാതിക്കാരിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് സിനിമയിൽ അവസരം വാഗ്ദാനം നൽകി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അന്ന് ഈ നടി ചെന്നൈയിലായിരുന്നു താമസിക്കുന്നത്. അങ്ങനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സിനിമയുടെ ഒരു ഓഡിഷൻ ഉണ്ടെന്ന് പറയുകയും താനും ഈ നടിയും കൂടി ഓഡിഷന് വേണ്ടി ഒരു ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ഓഡിഷൻ നടക്കുന്ന ഒരു ഏരിയയായി തനിക്ക് തോന്നിയില്ല. ഒപ്പം ഒരു സംഘം ആളുകൾ, തനിക്ക് പരിചയമില്ലാത്ത ഒരു സംഘം മുതിർന്ന പുരുഷന്മാർ തന്റെ അടുത്തേക്ക് വരികയും അതിൽ ചിലർ തന്റെ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തു. ഇത് താൻ എതിർത്തതിന് ശേഷം തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ നടി പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണം. തന്നെ പോലെ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ പോലെ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിലൊക്കെ തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ സിനിമയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നടി പറഞ്ഞതായും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം, അതായത് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ 26 വയസ്സായി, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായി എത്തി എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ഈ നടി ഈ 8ഓളം സിനിമയിലെ അഭിനേതാക്കൾക്കെതിരെ പരാതി നൽകി, അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയ ഒരു നടിയാണ്.
അവർ പറയുന്നതിലെ ധാർമ്മികത തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഇവർ സെക്സ് മാഫിയയിലെ അംഗമാണ്. തന്നെ പോലെ പല പെൺകുട്ടികളെയും ഇവർ ഇത്തരത്തിൽ മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുന്നതിന് ദുരുപയോഗം ചെയ്തു എന്നുകൂടി പെൺകുട്ടി പറയുന്നുണ്ട്. അന്ന് തനിക്കിത് പുറത്തു പറയാനുള്ള പ്രായം അത് തന്റെ ചെറിയ പ്രായമായിരുന്നു. തന്റെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ ഉയർന്നു വന്നത്. മാത്രമല്ല ഇതൊരു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. അതേക്കുറിച്ച് ഈ നടി തന്നെ, ഈ ആരോപണ വിധേയായ നടി തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട്. ഇത്തരമൊരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പരാതിയുമായി ഈ പെൺകുട്ടി രംഗത്തെത്താനുള്ള കാരണം അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നായിരുന്നല്ലോ ആലുവ സ്വദേശിനിയായ നടി വിശദീകരിച്ചത്. ഈ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 10 വർഷത്തിലധികം മുൻപ് നടന്ന ഈ സംഭവത്തിൽ, അത് ചെന്നൈയിൽ വെച്ച് നടന്ന കേസാണ്. അതിൽ ഏതെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ എത്തിയിരുന്നു. അത് ആ ഹോട്ടലിൽ, അതായത് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഹോട്ടലിൽ എത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏതൊക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകൾ കയ്യിലുണ്ടെന്ന് അന്വേഷണ സംഘം ഇപ്പോഴും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് തന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, തന്റെയും തന്റെ അമ്മയുടെയും കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്, അന്ന് ഞങ്ങൾ ചെന്നൈ പോയതിന്റെ തെളിവുകൾ അടക്കമുണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഇത് അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ്. ഇതിന്റെ ഒരു അന്വേഷണം എന്നോണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇന്നലെ വന്ന് പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതിനോടകം തന്നെ ഈ നടി ഈ ആരോപണം നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതൊരു വെറും ആരോപണം അല്ലെങ്കിൽ ഇതിലൊരു ഗൂഢാലോചനയാണെന്നാണ് ഈ നടി പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ് ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നത്. ഇതിനോടകം തന്നെ ഈ നടി മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതാണ്. ടോം, നവമി, അതിനിടെയാണ് ഇപ്പോൾ ഈ നടൻ ജാഫർ ഇടുക്കിക്കെതിരെയും ഈ ആലുവ സ്വദേശിനിയായ നടി ഇപ്പോൾ പുതിയൊരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. നേരത്തെ കലാഭവൻ മണിക്കെതിരെ പോലും ചില സമൂഹ മാധ്യമങ്ങളിലൂടെ, ചില യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരോപണം ഉന്നയിച്ചതാണ്. ബാലചന്ദ്രനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, പോലീസിൽ പരാതി നൽകുന്നു. ഇപ്പോൾ ഈ ജാഫർ ഇടുക്കി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അത് ഇവിടെ വെച്ച് നടന്ന സംഭവമാണ്. എന്താണ് അവരുടെ പരാതിയിൽ, ഈ നടിയുടെ പരാതിയിൽ പറയുന്നത് നവമി? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 7 സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെ, അതിൽ 4 പ്രമുഖ നടന്മാരുൾപ്പെടെ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു എന്നിവർക്കുൾപ്പെടെയാണ് ലൈംഗിക ആരോപണ പരാതിയുമായി ഈ നടി രംഗത്തെത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഇവർ പല മാധ്യമങ്ങൾ, ഓൺലൈൻ ചാനലുകളിലടക്കം അഭിമുഖം നൽകി. ഈ അഭിമുഖങ്ങളിലാണ് ജാഫർ ഇടുക്കിയുടെയും കലാഭവൻ മണിയുടെയും ബാലചന്ദ്ര മേനോന്റെയും പേരുകൾ അടക്കം വെളിപ്പെടുത്തിയത്. ഇതിനെതിരെ ബാലചന്ദ്ര മേനോൻ തന്നെ ഈ യുവതിക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. അതായത് ജയസൂര്യക്കെതിരെ പരാതി നൽകിയ ആ സിനിമാ സെറ്റിൽ, അതായത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ബാലചന്ദ്ര മേനോനും തന്നോട് മോശമായി അപമര്യാദയായി പെരുമാറിയതെന്നാണ് ഈ നടി പറയുന്നത്. പക്ഷെ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ബാലചന്ദ്ര മേനോൻ രംഗത്തെത്തുകയും നടിക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ജാഫർ ഇടുക്കിക്കെതിരെ പരാതിയുമായി ഈ നടി എത്തിയത്. നടി പറയുന്നത് വിദേശത്ത് ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് താൻ പോയതാണ്. അവിടെ വെച്ച് ജാഫർ ഇടുക്കി തന്നെ കലാഭവൻ മണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ സമയത്ത് കലാഭവൻ മണി തന്നോട് സംസാരിക്കണം, കുറച്ച് പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അപ്പോൾ തനിക്കതിൽ താല്പര്യമില്ല, റൂമിലിരുന്ന് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് ഈ നടി പറയുന്നത്. പിന്നീട് ഇത് കലാഭവൻ മണി തന്നോട് ക്ഷമാപണം നടത്തിയെന്നൊക്കെ ഈ ആരോപണം എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ജാഫർ ഇടുക്കിയും ഇതിനു മുൻപ് പല പ്രോഗ്രാമുകളിലും ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർമാർക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ തന്നെ കൊണ്ടുപോയി എന്നുകൂടി ജാഫർ ഇടുക്കിക്കെതിരായിട്ടുള്ള ഗുരുതര ആരോപണം ഈ നടി പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എത്രമാത്രം തെളിവുകളുണ്ട്, ഇതിൽ എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇതും അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അന്വേഷണ സംഘം ഇതിലും കേസെടുത്ത് അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ ഈ യൂട്യൂബ് ചാനൽ, അതായത് ബാലചന്ദ്ര മേനോന്റെ പേര് പരാമർശിക്കുന്ന ഇന്റർവ്യൂ നടത്തിയ യൂട്യൂബ് ചാനലിനെതിരെയും ആ യൂട്യൂബ് ചാനൽ ആ വീഡിയോ നീക്കം ചെയ്യാനുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനലിനെതിരെയും ഒപ്പം ഈ നടിക്കെതിരെയുമാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് IIM ഹൗസ് കീപ്പിംഗ് ജീവനക്കാരിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത ജാതി വിവേചനവും പീഡനവും.
പരാതിയിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നതായും ആരോപണമുണ്ട്. തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം പ്രതിരോധിച്ചതും മറ്റൊരു ജീവനക്കാരിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൽ അതിജീവിതയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തതോടെ പ്രതിവാര നടപടികളുടെ ഭാഗമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും യുവതി പറയുന്നു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആ പരാതിക്കാരി അനീഷിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം, പരാതിക്കാസ്പദമായ സംഭവം എന്നാണ്. ഈ യുവതി എന്താണ് ഇവർ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. കാരണം തൊഴിലിടങ്ങളിൽ ഉണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സിനിമയ്ക്കായാലും അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തൊക്കെ ആയാലും പല ഇടങ്ങളിൽ നിന്നും ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്ന ഒരു കാലം കൂടിയാണ്. ഇവിടെ ഈ യുവതിക്ക് നേരെയും ഒപ്പം മറ്റൊരു ജീവനക്കാരിക്ക് നേരെയും ലൈംഗിക അതിക്രമം അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഇത് ചോദ്യം ചെയ്യുകയും രണ്ടാമത് ലൈംഗിക അതിക്രമം ഉണ്ടായ ഇരയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ആ കേസ് കോടതിയിലൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിരന്തരം ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക, ഒപ്പം മറ്റ് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറയുക, പിന്നീട് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചിടുക. അതിന് കൃത്യമായൊരു മറുപടി ചോദിച്ചാൽ നൽകാതിരിക്കുകയും ചെയ്യാം. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പരാതിക്കാരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താണ് IML ഉണ്ടായത്? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിവേചനങ്ങളും പീഡനങ്ങളുമാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്? ഞാൻ IML ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 20 രാവിലെ എന്നത്തെയും പോലെ ഞാൻ രാവിലെ ജോലിക്കായി 8 മണിക്ക് എത്തിയപ്പോഴാണ് എനിക്ക് പഞ്ച് ചെയ്യാൻ സമ്മതിക്കാതെ ഗേറ്റിൻ്റെ അടുത്ത് 8-9 സെക്യൂരിറ്റീനെ അണിനിരത്തിക്കൊണ്ട് എന്നെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് എന്നെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ അകത്ത് കടത്താണ്ട് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടടി, നീ അധികം ഇതിൽ ആളായി നടക്കണ്ട, നീയൊക്കെ പോയി നിനക്ക് ജോലി വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വളരെ അപമാനിച്ച് ഞാൻ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ കൂടെ ഞാൻ തിരിച്ച് പുറത്തേക്ക് പോയത്. ആ സമയം തന്നെ ഞാൻ എന്താണ് കാര്യം എന്നറിയാതെ, എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല എന്ത് സംഭവിച്ചെന്ന് അറിയാൻ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സൂപ്പർവൈസർ ബാലകൃഷ്ണനെ വിളിച്ചു, അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ അതിൻ്റെ AO 11 എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചു, അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ മൂന്നാമത് ഞാൻ ഇതിൻ്റെ ശ്രീ സായിനാഥ്, ഞങ്ങൾ തേർഡ് പാർട്ടി കോൺട്രാക്ട് ബേസിലാണ് ജോലി ചെയ്യുന്നത്. ശ്രീ സായിനാഥ് ഏജൻസി ലക്നൌവിലാണ്. അവരെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു IM എന്ന് കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വല്ലാണ്ട് പ്രഷർ തരുന്നുണ്ട്, നിങ്ങളെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിനവർ പറയുന്ന കാരണം നിങ്ങളെ ലീവ് അറ്റൻഡൻസിൻ്റെ ആണ് പറഞ്ഞത്. അറ്റൻഡൻസ് എന്ന് പറയുന്നത് എനിക്ക് പെർമിഷൻ തന്നിട്ടാണ് ഞാൻ ലീവ് എടുക്കുന്നത്, മുൻകൂട്ടി അനുവാദം ചോദിച്ചിട്ടാണ് ഏതൊരു സ്റ്റാഫും അവിടെ ലീവ് എടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ പുറത്താണ് ലീവ് എടുത്തത്. പക്ഷേ എനിക്ക് ടെർമിനേഷൻ ലെറ്റർ 8 മണി വരെ എനിക്ക് കിട്ടിയിട്ടില്ല. മുൻകൂട്ടി അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ജോലിക്കാർക്ക് അവരെ ഷോക്കേസ് നോട്ടീസോ അല്ലെങ്കിൽ മുൻകൂർ വാണിങ്ങോ അതെല്ലാം അവിടെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം അത് ഉണ്ടായില്ല. എനിക്ക് ഇന്നലെ 8 മണിക്ക് എന്നെ അകത്ത് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്ന് സെക്യൂരിറ്റി എന്നെ അറിയിക്കുമ്പോഴും മറ്റ് ഒഫീഷ്യലുകളൊന്നും എന്നെ ബന്ധപ്പെടാതെ ആ സമയം 12:30ക്കാണ് എനിക്ക് മെയിൽ വഴി എനിക്ക് എൻ്റെ ടെർമിനേഷൻ ലെറ്റർ ശ്രീ സായിനാഥ് അയക്കുന്നത്. അതിനകത്ത് പറയുന്നത് മൾട്ടിപ്പിൾ വാണിംഗ് തന്നെന്നും എന്നെ ഒരുപാട് ടൈം അഡ്വൈസ് ചെയ്തിട്ടും ഞാൻ അത് അനുസരിച്ചില്ല, ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഏതാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ IM-ആയിട്ട് ബന്ധപ്പെടുക, ഞങ്ങൾക്കൊരു നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണ ഒരു ആഗ്രഹമല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളെ ഏജൻസി അവിടെ നിന്ന് പോകണമെങ്കിൽ അവർ പറയുന്നതിന് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാഡം ഒന്നും വിചാരിക്കരുത്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങൾ ടെർമിനേഷൻ ഞങ്ങൾ റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. IM-ലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാൻ തന്നെ നമുക്ക് ആർക്കും പറ്റില്ല. അത്രയും സെക്യൂരിറ്റി പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറകെ ഞാൻ നേരെ ചെന്ന് കാണിച്ചത് ഞാനവിടെ കുന്നമംഗലം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എനിക്ക് അതിനകത്ത് ജാതീയ പീഡനം ഉണ്ടായതും അതുപോലെ എനിക്ക് മാനസികം ശാരീരിക പീഡനമൊക്കെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലീസ് എന്താണ് ജാതീയ പീഡനം നടന്നതെന്നോ വ്യക്തിപരമായി എന്തുണ്ടായെന്നോ ചോദിക്കാതെ ഇപ്പം നിങ്ങൾക്ക് ജോലിയിലെ പ്രശ്നമല്ലേ അത് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാക്കി. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് സ്റ്റേഷനിൽ ചെല്ലുന്ന ആൾക്ക് നമുക്കറിയില്ല എന്താണ് ഇതിൽ വരാൻ പോകണമെന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന സംഭവങ്ങൾ ജോലിയിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ജോലിയുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ വേറെ സ്ഥലത്ത് SC പരാതികളാണ്, നിങ്ങൾ SC കമ്മീഷൻ അയക്കുക, അത് നിങ്ങൾക്കൊരു പരാതി അതോറിറ്റി ഉണ്ടെന്ന് അവരെന്നോട് പറയുകയും അതിനനുസരിച്ച് ഞാൻ ഈ പരാതി അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് തന്നെ SI പറഞ്ഞത് നിങ്ങൾ ലേബർ കോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഞങ്ങൾക്ക് ഇതിനൊക്കെ ഉണ്ടായ ഒരു തുടക്കം എന്ന് പറയുന്നത് IM-ൽ ഒരു ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ ഒരു ലേഡിക്ക് ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് IM-ൽ ഒരു സ്റ്റാഫ് നേരിട്ടിരുന്നു. അത് ആ കുട്ടി ഒരു സൂപ്പർവൈസർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ മെയിൻ സൂപ്പർവൈസറെയും കൂട്ടി ഞങ്ങൾ IM-ൻ്റെ AO എടുത്ത്
ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞ് സാക്ഷി ഇല്ലാതെ ഇത് കേസെടുക്കാൻ പരാതിയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ തിരിച്ചു വിട്ടു. ഞാൻ അതേ പരാതി ആ അതിജീവിതനെ അറിയിക്കുകയും അവരത് നേരെ ഡയറക്റ്റ് വനിതാ സ്റ്റേഷൻ കോഴിക്കോട് ബന്ധപ്പെടുകയും അതിനുശേഷം അവരത് കേസാക്കുകയും ആ ചെയ്ത പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതിൻ്റെ വൈരാഗ്യം അയാളും അയാളെ കൂടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്കും എന്നോടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു സുരേന്ദ്രൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു രാമദാസൻ പറഞ്ഞ രേയോ, ഇപ്പോഴത്തെ രേയോ ഉണ്ട്. കാരണം ഇവരൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ, ആർമിയിലൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ബന്ധങ്ങളിലുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ അതിനുശേഷം ഇയാൾക്ക് ക്ലീനിങ് സെക്ഷനിൽ ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. പറയാൻ പ്രത്യേകിച്ച് ജെൻസിനോട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം അവർ ഏജായിട്ട് 40-45 വയസ്സായിട്ട് ജോലി ചെയ്യുന്നവരും ഇയാളൊരു മിലിറ്ററിക്കാരനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ അത് പുറമെ എൻ്റെ ക്ലീനിക് സ്റ്റാഫിലുള്ള കുറച്ച് ആളുകൾക്ക് ഇയാളെ എൻ്റെ സൂപ്പർവൈസർ ബാലകൃഷ്ണൻ പല രീതിയിലുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരെന്നോടത് ചില സമയങ്ങളൊക്കെ മേഡം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ ജോലിയിൽ നിന്ന് പുറത്താക്കും, ഇയാൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് പുറത്താക്കും, അതുകൊണ്ട് മേഡം സൂക്ഷിക്കണം, ഇയാൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കണം ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നൊക്കെ പറയും. അതിനുശേഷം ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം ഒരു ഇത്ര ഏജായ ഒരു എക്സ് സർവീസാണ്, ഒരു മകൻ മരിച്ചാണ്, ഇയാളെ കഥകളും പലതും ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഓഫീസിലിട്ട് ഇയാൾ വല്ലാണ്ട് ബേക്ക് കൂടെ വന്ന് പിടിക്കുക, അതുപോലെ മുഖത്ത് വന്ന് പിടിക്കുക, നുള്ളുക, നീ നിറം വെച്ചല്ലോടി എന്ന് പറഞ്ഞ് കവിള് വന്ന് പിടിക്കുക, പല രീതിയിൽ അയാൾ ഇങ്ങനെ മേലെ കൈയൊക്കെ ഇങ്ങനെ തൊട്ടതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാർ എനിക്ക് ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു റിയാക്ട് ചെയ്ത് സാർ എൻ്റെ കൈ പിടിച്ചു, എനിക്ക് അച്ഛനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്നൊക്കെ രീതിയിൽ ഞാൻ അതിനെ നെഗറ്റീവാക്കി എടുത്ത് കളഞ്ഞു. പക്ഷെ എനിക്കത് മനസ്സിലായി, പലരും പറഞ്ഞുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചാൽ നിൽക്കാറുള്ളായിരുന്നു. അല്ലാതെ തന്നെ ഒരു കോൺവക്കേഷൻ ഡേയിൽ അന്ന് ഇയാൾക്ക് എതിരെ എനിക്ക് രാത്രി ഒരു 9-10 മണിയായപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകാനുള്ള രീതിയിൽ അന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പോകാൻ നേരത്ത് ഇയാൾ അവിടെ വെച്ചിട്ട് എച്ച് ഹോസ്റ്റലിൻ്റെ ഒരു സൈഡിൽ ഞങ്ങളെ റൂമിലേക്ക് കയറുന്ന അവിടെ വെച്ചിട്ട് ഇയാൾ വല്ലാണ്ട് ഉപദ്രവിക്കാൻ വന്നു. അന്ന് ഞാൻ തന്നെ കൈകാര്യം ചെയ്തതാണ്. അയാൾക്ക് എൻ്റെ കയ്യിൽ നല്ലോണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞ് അയാൾ വേറെ ആരോ വരുന്ന സൗണ്ട് കേട്ട് ഇയാൾ തിരിഞ്ഞ് ഓടിക്കളഞ്ഞാണ് അവിടെ നിന്ന്. അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട്, ക്ലീനിങ്ങിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട് ഇയാൾ ഭയങ്കര സാധനം കേട്ടോ എന്നൊക്കെ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യലി 1-2 ആൾക്കാരോട് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നിലവിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അതിജീവിതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ട് തന്നെ ഒന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഒരു സൂപ്പർവൈസർ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ഡയറക്ടർ ലെവലിലും മറ്റു ലെവലിലൊക്കെ ഒരുപാട് ഇയാൾക്ക് സൗഹൃദങ്ങളുള്ളതാണ്. അതിന് അയാൾ മിസ്യൂസ് ചെയ്ത് പലതും ചെയ്ത് നമുക്കറിയാം. അതുകൊണ്ട് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹൗസ് കീപ്പിങ്ങിലും സെക്യൂരിറ്റിയിലുള്ള ഇയാളെ സുഹൃത്തുക്കൾ മുഖാന്തരമാണ് പല ഇടങ്ങളിലും വെച്ചിട്ട് പല ഡേറ്റുകളിൽ എനിക്ക് എന്നെ ജാതീയപരമായി ആക്ഷേപിക്കുകയുണ്ടായി. SC കക്കൂസ് കഴിക്കാൻ മതി, നീയൊക്കെ ഇതിന് നിൽക്കുന്ന വേറെ പണിക്ക് പോയാൽ മതി എന്നുള്ള വളരെ മോശമായ രീതിയിൽ എന്നെ അപമാനിക്കുക, എന്നെ മാനസികമായി തളർത്തി ഞാൻ ജോലിയിൽ നിട്ടിട്ട് പോകണം, അവർക്ക് അവരെ ആളുകൾ അവിടെ ജോലിയിൽ വെക്കണം. ആ ഉദ്ദേശം വന്ന സമയത്ത് തന്നെ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ പരാതിയായിട്ട് എൻ്റെ സൂപ്പർവൈസർക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇയാൾ അതൊന്നും ഹയർ ലെവലിലേക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ എൻ്റെ ലീവിൻ്റെ കാര്യങ്ങൾ ഇയാൾ അതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എൻ്റെതിൽ അയാൾ ഡിലേ വരുത്തിക്കളഞ്ഞ്. കാരണം ഇയാളും കൂടെ പ്ലാൻ ചെയ്ത് പല മീറ്റിങ്ങുകളും ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഞങ്ങൾ വെക്കാറുണ്ട് മന്ത്ലി. പക്ഷേ ഒരു മീറ്റിങ്ങിൽ ഇയാൾ എന്നെ പങ്കെടുപ്പിക്കാതെ ഇയാൾ ചെയ്തു വെച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിൽ ഹയർ അതോറിറ്റീനെ അറിയിക്കുന്നുണ്ട്, ഫോട്ടോ എടുത്തിട്ട് ക്ലീനിങ്ങിൻ്റെ അറിയിക്കുന്നുണ്ട്, അവർ നിങ്ങളെ മോശക്കാരിയാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്താന്ന് പറഞ്ഞിട്ട് ക്ലീനിങ് സ്റ്റാഫുകളുടെ അടുത്തേക്ക് ഇയാളെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എന്നോട് ക്രമേണ എൻ്റെ അടുത്ത് ശത്രുത വരുന്ന രീതിയിൽ ഇയാൾ ആക്കിയെടുത്തു. എന്നോട് ആരും മിണ്ടാതെയായി. ഈ ലേഡിയുടെ അതിജീവിതയുടെ കേസ് വന്ന തൊട്ട് എന്നോട് ഒറ്റ ഈ 98 പേരിൽ എന്നെ സൂപ്പർവൈസർ ഒരാൾ എന്നോട് സംസാരിക്കാതായി. ഒരാൾ എന്നോട് സംസാരിക്കുക, ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കരുത്, അവരെ ഗ്രൂപ്പിൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, മേഡത്തിന് കൂടെ ചായ കുടിക്കാനും മീറ്റിംഗ് പങ്കെടുക്കാനും ഒന്നിനും പങ്കെടുക്കരുത്, അവരെ ഒറ്റപ്പെടുത്തണം, അവരെ ഇവിടെ ഓടിക്കണം എന്നുള്ള രീതിയിൽ അവർ വോയിസുകൾ തന്നെ പലതുണ്ടാകും. ഗ്രൂപ്പ് തന്നെ ചെക്ക് ചെയ്താൽ അറിയാം. അപ്പം ഇങ്ങനെ ഒരുപാട് മാനസികമായ പ്രയാസങ്ങളുണ്ടായിട്ട് ഞാൻ നിന്നുപോയത് എൻ്റെ ഒരു ഫാമിലി, എനിക്കൊരു 16 വയസ്സ് പെൺകുട്ടിയുണ്ട്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു സിംഗിൾ പാരൻ്റാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഇവർ അവിടുന്ന് CCTV ഫുട്ടേജ് എടുത്തും ഫോട്ടോ എടുത്തും കഥകൾ പറഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫുമായി ചേർത്ത് എൻ്റെ പേരിൽ കഥകൾ ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും അയച്ചു കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കഴിഞ്ഞ മാർച്ച് 26 എൻ്റെ ഒരു ഡിവോഴ്സ് തന്നെ നടന്നു കഴിഞ്ഞത്. കാരണം ഇത്രയും കാര്യങ്ങൾ IMൽ ഒരു പട്ടാളക്കാരും ഓഫീസേഴ്സൊക്കെ അറിയിക്കുമ്പോൾ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു എക്സ് സർവീസ്മാൻ കൂടിയാണ്. അയാൾക്കെന്ന് വെച്ചാൽ പട്ടാളത്തെ വലിയ ആൾക്കാർ പറയുന്നതാണ് അയാളെ സത്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളും അത് വിശ്വസിച്ചിട്ട് ശരി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോഴിക്കോട് കോടതി വെച്ചാൽ ഡിവോഴ്സ് നടന്നത്. ഒരു വർഷം അതാവുന്നേ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ IM മുഖാന്തരം എൻ്റെ വ്യക്തിപരമായതും വളരെ സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ നിലയിൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ വളരെ മോശമായി, ആരന്വേഷിച്ചാൽ എന്നെപ്പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ മോശമായ രീതിയിൽ കഥകൾ അടിച്ചിറക്കിയിട്ട് ഇവർ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ വെച്ചാൽ ഇത് വെച്ചിട്ട് ഞാൻ പല
സ്ഥലത്തും ലോക്കൽ പോലീസ് തൊട്ട് പരാതി കൊടുത്തു. അവിടെ നിന്നും ഭയങ്കര പാർട്ടി പ്രഷർ ഉണ്ടായിരുന്നു. അവിടുത്തെ കുന്നമംഗലത്തെ ലോക്കൽ പാർട്ടി പ്രഷർ അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ആ കമ്മീഷണർ ത്രൂ അത് ACP നോർത്ത് ACക്ക് വന്നു. അത് അന്വേഷിക്കാൻ വന്ന വനിതാ സ്റ്റേഷനിൽ ഉഷ എന്ന് പറഞ്ഞ CI ആയിരുന്നു. അവർ പരസ്യമായിട്ട് പ്രതികളാണ് നമ്മുടെ സാക്ഷികളെ കൂട്ടിക്കൊണ്ടുവന്ന് മൊഴിയെടുത്തിട്ട് കേസിന് ഒരു സാക്ഷികൾക്ക് മൊഴികളെ രേഖപ്പെടുത്താതെ കൃത്യമായി അത് വളച്ചൊടിച്ച് കളഞ്ഞ് കേസ് ഇല്ലാതാക്കി മാറ്റിക്കളഞ്ഞ്. അതിനുശേഷം ഞാൻ രണ്ടാമതും പരാതി കൊടുത്തു. അത് നടന്നില്ല. പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് പിന്നെ അത് ACPക്ക് വന്നു. അത് ACPയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് അവരുള്ള ആൾക്കാർക്ക് ഇഷ്ടത്തിന് കടന്നു കൊടുക്കുകയും നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 60 വയസ്സ് വരെ ജോലിയിലോ അല്ലെങ്കിൽ പെർമനന്റ് പോസ്റ്റിലോ ജോലി കയറിക്കൂടായിരുന്നോ, എന്തിനാ അതിന് നിന്നത് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അതാണ് ഒരു പരാതിയായിട്ട് നമ്മളൊരു സ്റ്റാർ വെച്ച ഒരാളടുത്ത് പരാതിയായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അയാൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിൽക്കാതെ നമ്മളെ പരാതി കേൾക്കാതെ നമ്മുടെ ഇരകളുടെ കൂടെ നിന്നിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് അയാൾ ഇത് നമ്മളെ കേട്ടത്. അയാളൊരു നമ്മൾ കഥനകഥകൾ പറയുമ്പോൾ അയാൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം പോലെ കേട്ടിട്ട് നമ്മളെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിൽ നമ്മളൊരു തേർഡ് റേറ്റ് എന്ന് വെച്ചാൽ അത്രയും തരം താണ രീതിയിലാണല്ലോ അയാൾക്ക് കിട്ടിയ പിക്ചറാണ് നമ്മളടുത്ത് അവതരിപ്പിക്കും പോലെയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അന്ന് വളരെ എനിക്ക് അന്ന് മനസ്സിലായി ഇത് എവിടെ നീതി കിട്ടൂല എന്നുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ACP മാറി പുതിയൊരാൾ വന്നു, പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നു. വന്ന ശേഷം കൃത്യമായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സാക്ഷികൾ മൊഴി കൊടുത്തു. എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി എന്നെ IMലേക്ക് വിളിച്ചു. അന്ന് ഞാൻ ചെന്നപ്പം തന്നെ കാണുന്നത് ഈ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഈ പ്രതികളിൽ ഒരാളെ മോഹനകൃഷ്ണ എന്ന് പറഞ്ഞ അയാൾ ഫുൾ അലിഗേഷൻസ് ഉണ്ടാക്കാനും മെയിലയക്കാനും മുന്നിൽ നിന്ന ഒരാളാണ്. CCTV ഫുട്ടേജ് ആർക്കും നോർമലി ഒരാൾ ചെന്നാൽ അവിടുത്തെ ഫുട്ടേജ് കിട്ടൂല. ഇയാളും അതുപോലെ തന്നെ CIO ഉണ്ട്. CIO എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡാണ്, ഡയറക്ടർ കഴിഞ്ഞ അടുത്ത ആളാണ്. ഇയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു CCTV ഫുട്ടേജ് ഒരു ലോക്കൽ പേഴ്സണലോ ഒരു സെക്യൂരിറ്റിക്കോ കിട്ടില്ല. അങ്ങനത്തെ ആളാണ്. സെക്യൂരിറ്റി മാനേജറായ ഒരു പ്രതിയുണ്ട്, സുരേന്ദ്രൻ എന്ന് പറഞ്ഞ്. അയാൾ മുഖാന്തരം സിനിത, അതുപോലെ തന്നെ ഷൈജു എന്നീ രാകേഷ്, ഇവർ മുഖാന്തരമൊക്കെ തന്നെ ഈ CCTV ഫുട്ടേജ് എടുത്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് നാട്ടിലും ഗ്രൂപ്പുകളിലും 100ഓളം വരുന്ന ക്ലീനിങ് സ്റ്റാഫിലും പല സ്ഥലത്തും ഞാനൊരു ദുർനടത്തക്കാരി എന്നുള്ള രീതിയിലേക്ക് ഇവർ സെൻഡ് ചെയ്തിട്ട് ഇവിടെ ഈ IMൻ്റെ ഉള്ളിൽ നടക്കുന്നത് വളരെ മോശമായ കാര്യമാണ്, അതുകൊണ്ടാണ് അവരെ പുറത്താക്കി എന്നുള്ള രീതിയിൽ ന്യൂസ് അങ്ങ് സ്പ്രെഡ് ചെയ്തു. പക്ഷെ ഇതിനും വലിയ കാര്യങ്ങൾ IMനുള്ളിൽ നടക്കുന്നത് അവർ ഹൈഡ് ചെയ്തു. പലതും നടക്കുന്നുണ്ട് അവിടെ. ഒരു കുട്ടിക്ക് പീഡനം നടന്നിട്ട് അതിൽ പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. കുന്നമംഗലത്തുള്ള കേസാണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൽ ഇതിനെ വലിയ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ അവിടെ നിന്ന് നമ്മളൊരു ഒന്നിനും കൊള്ളാത്ത രീതിയിൽ നമ്മൾ പഠിച്ചൊരു ഡിഗ്രിക്കോ നമ്മളൊരു PGക്കോ നമ്മൾ സർട്ടിഫിക്കറ്റിനോ വില വെക്കാതെ നമ്മളെ എവിടെയില്ലാത്തൊരു അപമാനം നമുക്ക് അവിടെ നിന്നുണ്ടായി. ജാതീയപരമായിട്ടും മാനുഷികമായിട്ടും സ്ത്രീ എന്ന നിലയിലും അപമാനം ഉണ്ടായി. എന്നിട്ട് ഈ പരാതിയായി ചെന്ന സമയത്ത് പ്രേമചന്ദ്രൻ സാറും ഇതുപോലെ തന്നെ എല്ലാം കേട്ടിട്ട് ഞങ്ങൾ മൊഴിയെടുക്കാൻ ചെന്ന IM സൈറ്റിൽ ചെന്ന സമയത്ത് വളരെ ഇയാളെ ഹാർദവമായി ഷെയ്ക്കൻഡ് കൊടുത്ത് വളരെ ഇയാളെ സ്വീകരിച്ചു കൊണ്ടുപോയി മൊഴിയെടുക്കുന്ന രീതിയിൽ പ്രതികളാണ് അവരെ കൂടി നിന്ന് സംസാരിക്കുന്നത്. ഈ പ്രതികളെല്ലാം കൂടെ നിന്ന് ഇയാളുമായി ചിരിച്ചും കളിച്ചാണ് സംസാരിക്കുന്നത്. അന്നേ എനിക്ക് മനസ്സിലായി ഇതും നീതി കിട്ടൂല എന്നുള്ളത്. കാരണം വലിയ റാങ്കുള്ളവരും വലിയവരും പറയുമ്പോഴാണ് അത് നിയമമായിട്ട് മാറുന്നത്. അവരത് മാത്രമേ നീതിയുള്ളൂ. നമുക്ക് നീതിയില്ല. നമ്മൾ സത്യം പറയുമ്പോൾ ആർക്കും അത് കണ്ണു തുറക്കുന്നില്ല, നീതിയിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയൊക്കെ വഴികളിൽ പോയിട്ട് നമുക്ക് നീതി കിട്ടിയില്ല. അതുപോലെ തന്നെ ACP ഓഫീസിലെ ബിജോയ് എന്ന് പറഞ്ഞ SI പോലും നമ്മളോട് മൊഴിയെടുക്കുമ്പോൾ പല പേഴ്സണൽ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലാണ്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തല്ലോ, നിങ്ങളുടെ ഭർത്താവിനെ കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ ഒരു കാര്യത്തിന് ഇയാൾ വന്നപ്പോൾ ലീഗലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടതിന് വന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പ്രൈവറ്റായി ഡിറ്റക്റ്റീവ് ഇവർ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ IMനുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളവർ അന്വേഷിച്ചില്ല. ഞാൻ എവിടെ പോടും, ഞാൻ എവിടെ വരുന്നു, നിങ്ങൾ എന്തിനാ അയാളെ വിളിക്കുന്നത്, നിങ്ങൾ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണുന്നത്, നിങ്ങൾ അവിടുന്ന് പൈസ മേടിച്ചല്ലോ. ഇങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള നമ്മളായിട്ട് ബന്ധപ്പെടാത്ത IMമായി ബന്ധപ്പെടാത്ത ജാതീയപരമായോ ആവാത്ത കാര്യങ്ങൾ ഇവൾ മൊഴിയെടുത്തിട്ട് വേണ്ടാത്ത സാക്ഷികളെയൊക്കെ മൊഴിയെടുത്ത് വെച്ചിട്ട് നമുക്ക് കേസിന് വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം 3 ദിവസം മുമ്പ് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഫാൾസ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കത് 7 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് തെറ്റാണെന്ന് എൻ്റെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഞാനത് മൊഴി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് അതുപോലെ തന്നെ അവിടെ കൂടെ നിന്നിരുന്ന ഒരു ഹോസ്റ്റൽ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അയാൾ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ കൂടി അവർക്കുള്ള ഇഷ്ടക്കാരെ അവർ 60 വയസ്സ് കഴിഞ്ഞ് അവരെ ജോലിക്ക് വെക്കുന്നുണ്ട്. CO ആയിക്കോട്ടെ AO ആയിക്കോട്ടെ എല്ലാവരും 60 വയസ്സിന് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ വന്ന സൂപ്പർവൈസർ ആയിക്കോട്ടെ പെൻഷനായിട്ട് പിന്നെ അയാൾ ജോലിക്ക് കയറി വന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതിലൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ക്ലീനിങ്ങിലെ സ്റ്റാഫുകൾ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ലിക്കർ എത്തിച്ചു കൊടുക്കുക, കുട്ടികൾക്കുള്ള മറ്റ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ക്ലീനിങ് ജെൻസ് സ്റ്റാഫ് മുഖാന്തരം അവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ ഇയാളോട് ചോദിച്ചിട്ടുണ്ട്, സൂപ്പർവൈസറോട്, സാറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, എന്തിനാണ് സാറേ ഇവർ ചെക്ക് ചെയ്തിട്ടല്ല അകത്തേക്ക് കയറ്റാവുന്നത്. അതിനുശേഷം ചെക്കിങ് ഇത്തിരി സ്ട്രോങ് ആണെങ്കിൽ കൂടി ഇയാളത് അവരൊക്കെ അറിയിച്ച് എൻ്റെ അടുത്ത് ഇതുവരെയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമാണ് അവളിവിടെ നിന്നാൽ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്കെതിരെ
ഇവർക്കെതിരെ നമ്മൾ ഗ്രൂപ്പായി കൂടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് ഒരു പരാതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ മൊന്ത മോഹനകൃഷ്ണ സുരേന്ദ്രൻ മുഖാന്തരം ഈ നമ്മുടെ ഏജൻസിക്ക് അയക്കുകയും ഏജൻസി ഇവരുടെ AO എന്നൊക്കെ പറഞ്ഞ ആളുടെ പ്രഷർ കാരണം ഏജൻസി ബ്ലാക്ക് ലിസ്റ്റിൽ പെടണ്ടെന്ന് കരുതിയിട്ട് അവരത് എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ അയക്കുകയും എൻ്റെ ഒരു പരാതിക്ക് എൻ്റെ ജാതി ആക്ഷേപത്തിനെതിരെ എനിക്കൊരു സെക്യൂരിറ്റി പ്രൊസീജിയർ എന്നൊക്കെ വളരെ ലേഡി എന്നുള്ള മാനസികമായിട്ട് അതും ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഇയാളുടെ പ്രകാരം കള്ളപ്പരാതി കൊടുത്തിട്ടാണ് എന്നെ SIS ഏജൻസിയിൽ നിന്നും പരാതി പ്രകാരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ടോമ, ഇതാണ് വളരെ കടുത്ത ജാതി വിവേചനവും ഒപ്പം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് അവിടെ നിന്നും നേരിടേണ്ടി വന്നത്. പോലീസിൽ നിന്നും ഒരു നീതി ലഭിച്ചിട്ടുമില്ല. ഇനി കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് പോയി മൊഴി നൽകി ഈ കേസിൽ ഒരു ബാക്കി നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലുമാണ് ഈ യുവതി. അനീഷ്, ഇവിടെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒരു വശത്ത് ജാതീയമായ അധിക്ഷേപം, തൊഴിൽ നഷ്ടപ്പെടുന്നു, സ്വന്തം കുടുംബജീവിതം പോലും തകരുന്നൊരു അവസ്ഥ. തുടർച്ചയായി വേട്ടയാടപ്പെട്ട ഒരു യുവതിയാണ് ഇപ്പോൾ ന്യൂസ് 18 തൻ്റെ ദുരനുഭവം വിവരിച്ചത്. അതായത് ഇപ്പോൾ പോലീസിൽ പോലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈ യുവതിയെ സംബന്ധിച്ച്. ഇനി എന്താണ് അവരുടെ അടുത്ത നീക്കം? എന്താണ്? പോലീസിനെ സമീപിച്ചിട്ടും ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയുമില്ല, നീതി കിട്ടില്ല എന്ന് തന്നെയാണോ അവർ പറയുന്നത്? ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു നീതി ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെയാണോ? ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും നടപടിയായോ? മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ഏജൻസികൾക്കൊക്കെ നിങ്ങൾ പരാതി കൊടുത്തു? ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആദ്യത്തിൽ ഇങ്ങനെ വന്നു, ACP അന്വേഷിക്കാൻ വന്നു. അതിൽ കൃത്യമായ മറുപടി ലഭിച്ചു. നമുക്കെതിരായിട്ട് ഫാൾസ് ഇൻഫർമേഷൻ വന്നതുകൊണ്ട് നമ്മൾ രണ്ടാമതും പരാതി കൊടുത്തു. ഇപ്പം അത് തിരിച്ച് വന്നിട്ടുണ്ട്. ACP നോർത്ത് ഉമേഷ് സാറിനാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്, അന്വേഷണ ചുമതല. പിന്നെ പോലീസിൽ ഇപ്പോൾ അന്വേഷിക്കുന്ന ലോക്കൽ പോലീസ് സെയിം റിപ്പോർട്ട് തന്നെയായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് ആ അന്വേഷണത്തിൽ ഒരു തീരെ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഇതേ സെയിം റിപ്പോർട്ട് തന്നെയായിരിക്കും അവർ ഇതിലും വെക്കുക. ഈ ലോക്കൽ പോലീസ് തന്നെയൊക്കെ അന്വേഷിക്കുക. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ്. മറ്റെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇത് തന്നെ ഒരു ബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇതൊരു നീതി കിട്ടണം എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഇത് കോടതിയിൽ ഏതൊരു മനുഷ്യനും അവസാനം എത്തുന്ന കോടതിയുണ്ട്. ഒരുപാട് നമ്മൾ നടന്നാലും പിന്നെയും നമ്മൾ എത്തിപ്പെടുന്ന കോടതിയിലേക്കാണ്. ആ കോടതിയിൽ നിന്നൊരു നീതി കിട്ടും. മജിസ്ട്രേറ്റിനൊരു മൊഴി കൊടുത്താൽ കൃത്യമായ കാര്യങ്ങൾ വന്നാൽ ഈ പ്രതികളെല്ലാം അവിടെ വിളിച്ചു വരും, നമുക്കൊരു തീരുമാനം ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി അവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പോലീസ് ഈ കേസിനെ ഒരു മുൻവിധിയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ തോന്നൽ? ഈ നിങ്ങൾക്ക് അനുകൂലമായും പറയാനുള്ള ആളുകളെ അവർ മൊഴിയെടുക്കുന്നില്ല. ഈ IAM പരിശോധിച്ചാലും ഇതിൻ്റെ തെളിവുകളൊക്കെ ലഭിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് CCTV ഫുട്ടേജും പലതും അവർക്ക് കിട്ടാണ്ട്. പക്ഷെ അതൊന്നും അവർ ചെയ്യാതെ നമ്മൾ കൊടുത്ത മൊഴികളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നുള്ള രീതിയിൽ പോലീസ് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്രയും ഇവർക്ക് തന്നെ മൊഴി തരാമെന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ അവർ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട് IAM. ആരും മൊഴി കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. മൊഴി കൊടുത്താൽ അവരെ പുറത്താക്കി ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് അതിജീവിതൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് അവർ പുറത്താക്കി. അവർ പിന്നെ അതിനുശേഷം NIT എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലിക്ക് പോയിട്ട് അവിടെയും ഈ സെയിം ആൾക്കാർ IAM ഈ പറഞ്ഞിരിക്കുന്ന ഈ യൂണിയനിൽപ്പെട്ട ആൾക്കാർ ചെന്നിട്ട് ആ ലേഡീൻ്റെ അവിടെയുള്ള ജോയിൻ ചെയ്യാൻ നിൽക്കുന്നതിന് തലേന്നാണ് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. കാരണം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടും നമ്മൾ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. വലിയൊരു ഫോക്കസ് പോലെ നമ്മളെ പുറകെ അവർ പിന്തുടരുകയാണ്, നമ്മൾ ജീവിക്കാൻ സമ്മതിക്കാതെ. അപ്പം നമുക്ക് എവിടെ നിന്ന് നീതി കിട്ടുന്ന പോലീസ് സ്റ്റേഷൻ നമ്മൾ ഹൈ ലെവലിൽ ചെല്ലുമ്പോൾ അവിടെയല്ലേ ഇവരെ ആൾക്കാർ എത്തിയിട്ട് അതിനെ പൊളിറ്റിക്കലി അതിനെ നമുക്ക് തളർത്തിയിട്ട് ഇടുക ചെയ്യുന്നത്. ഈ അതിജീവിതയുടെ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിജീവിതയും പിരിച്ചുവിട്ടു. അതിജീവിതനെ ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിട്ടതല്ല, അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത കടുത്ത മാനസിക സമ്മർദ്ദം കാരണം. പിന്നെ അതിനിടെ ഇവരെല്ലാവരും കൂടെ എനിക്ക് ചെയ്തതുപോലെ അതിജീവിതക്കെതിരെയും കള്ളപ്പരാതികൾ ഉണ്ടാക്കിയിട്ട് ഇവരെ അയക്കുകയും പക്ഷെ അത് കൃത്രിമമാണെന്ന് തെളിയുകയും ചെയ്തു. കാരണം ഇവരൊരു കുട്ടിയുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയുടെ പേരിൽ അവിടെ ക്ലീൻ ചെയ്തില്ല, ഇവർ ചെയ്യുന്ന ജോലി വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പരാതി അയച്ചു. അതുകൊണ്ട് ജോലി ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്യുക, ആ ജോലിയിൽ നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിച്ച് വെച്ചു, ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ആ പരാതി പൊളിയുകയും അതിൽ രാമദാസ് എന്ന് പറഞ്ഞ ആൾ വളരെ മോശമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറി. അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കഠിനമായ ജോലികൾ 4ാം നിലയിൽ നിന്നൊക്കെ ക്ലീനിങ് സാധനങ്ങൾ ഒറ്റയ്ക്ക് താഴേക്ക് വലിയ ബക്കറ്റിലുള്ള കൊണ്ടുവരിക, ഭയങ്കര ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് കിട്ടുക. അത് 10-20 ഹോസ്റ്റൽ റൂമുകൾ ഒന്നിച്ച് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാനും അവളോട് സംസാരിക്കരുതെന്നുള്ള രീതിയിലും ഒരുപാട് ഹറാസ്മെൻറ്റ് ആ കുട്ടി അവിടെ നേരിട്ട്. അതിനുശേഷം ആത്മഹത്യയുടെ വക്കുന്നാണ് ആ കുട്ടി അവിടെ നിന്ന് ജോലിയിട്ട് പോയതാണ്. സ്വമേധ ഇട്ടെറിഞ്ഞു പോയതാണ് ആ കുട്ടി. 2 മക്കളെ സിംഗിൾ പാരൻ്റ് ആയിരുന്നു അന്ന്.
അത്രയും ദുരിതത്തിൽ ആത്മഹത്യയുടെ വക്കെന്നാണ് ആ കുട്ടി അവിടെ ജോലി. ഇതാണ് ടോം അവസ്ഥ. കാരണം അതിജീവിതം ഒരു പരാതി നൽകുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ആ ജീവനക്കാരനെ അവിടുന്ന് പിരിച്ചുവിടുന്നു. പക്ഷേ പിന്നീട് ഈ സമ്മർദ്ദ ശക്തികളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി അത് ജോലി തുടരാൻ കഴിയാത്തൊരവസ്ഥ വരികയും അവർ ആ ജോലി തന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന അവസ്ഥ, ഈ പരാതി നൽകിയ സ്ത്രീയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന അവസ്ഥ, അങ്ങേയറ്റം കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ആ ക്യാമ്പസിൽ നടക്കുന്നതെന്നാണ് ഈ പരാതിക്കാരിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിൻ്റെ മറ്റൊരിരയാണ് കോഴിക്കോട് IIMലെ ഈ താൽക്കാലിക ജീവനക്കാരി. അവരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം, കുടുംബജീവിതം തകരുന്ന സാഹചര്യം, പോലീസിൽ നിന്ന് പോലും നീതി ലഭിക്കാത്ത അവസ്ഥ. തുടർന്നിനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ യുവതിയുടെ തീരുമാനം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് വിജിലൻസ് കോടതി നടപടി. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജുവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. BV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, നേരത്തെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ MR അജിത് കുമാറിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട്. ഈ വിജിലൻസ് കോടതി ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, അതിനുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? ടോം, വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് തന്നെ നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു. പ്രധാനമായും 6 മാസമാണ് ഈ അന്വേഷണത്തിന് കാലാവധി നൽകിയത്. അത് FIR രജിസ്റ്റർ ചെയ്യാതെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രാഥമിക അന്വേഷണം എന്ന നിലയ്ക്കാണ്. ഈ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് തന്നെ എന്തിന് 6 മാസം എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഇതിലെ പരാതിക്കാരൻ PV അൻവറാണ്. PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെയും വ്യക്തമാക്കിയത് ഇത് ഒരു കോൺസ്റ്റബിളിനെ വിട്ട് അന്വേഷിപ്പിച്ചാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഫ്ളാറ്റ് 10 ദിവസം കഴിയുമ്പോൾ 66 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കവടിയാറിൽ നിർമ്മിക്കുന്ന ഈ രാജകൊട്ടാര സദൃശ്യമായ ഭവനം, ഇതിനൊക്കെ ഉള്ള സാമ്പത്തിക ഉറവിടം, അതിന്റെ സാമ്പത്തിക ശേഷി എവിടെ നിന്നാണ് ADGPക്ക് ലഭിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ. ഇതിനെന്തിനാണ് 6 മാസത്തെ കാലാവധി എന്നത് പ്രധാനമായും PV അൻവർ ചോദിക്കുന്നു. ഒരു പ്രാഥമിക അന്വേഷണത്തിന് അത്രയും സമയം വേണോ എന്നത് സ്വാഭാവികമായൊരു ചോദ്യവുമാണ്. എന്നാൽ ഇപ്പോൾ ഇത് കോടതിയുടെ തന്നെ നിരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വിജിലൻസ് കോടതിയിൽ നെയ്യാറ്റിൻകര നാഗരാജു, അദ്ദേഹം അഭിഭാഷകനാണ്, അദ്ദേഹമാണ് ഒരു ഹർജി സമർപ്പിച്ചത്. നേരത്തെ ഈ PV അൻവറിന്റെ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പരാതിയും കോടതിയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടയ്ക്ക് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഇപ്പോൾ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന കാര്യമാണ്. എന്നാൽ ഈ കോടതിയുടെ ഒരു നിർദ്ദേശം വന്നത് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ്. അതായത് 6 മാസം എന്ന അന്വേഷണം, അതിനിടയിൽ തന്നെ ഈ തൽസ്ഥിതി റിപ്പോർട്ടുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ കുറെ വിവരങ്ങൾ ലഭിക്കും. അത് ഡിസംബർ 12 എന്ന ഒരു തീയതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഡിസംബറിൽ ഈ ഇടക്കാല റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കാര്യം വിജിലൻസ് കോടതി ഉത്തരവായി പറഞ്ഞിരിക്കുന്നു. അതായത് 6 മാസം എന്ന സമയം വരെ നീട്ടിക്കൊണ്ടു പോകാൻ വിജിലൻസിന് കഴിയില്ല എന്നതാണ്. മാത്രമല്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കോടതിയുടെ നിരീക്ഷണം കൂടി ഈ കേസിന് മേൽ വരികയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടത്തുന്നത്. സ്പെഷ്യൽ യൂണിറ്റിലെ SP-യുടെ നേതൃത്വത്തിൽ, അതായത് ഒരു ADGPക്കെതിരെ ഉയർന്ന അനധികൃത സ്വത്ത് സമ്പാദന പരാതി, അത് അന്വേഷിക്കുന്നത് ഒരു SP-യാണ്. അദ്ദേഹത്തെക്കാൾ ഒരുപാട് റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കുമ്പോൾ തന്നെ അത് ആ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ അത് അങ്ങനെ പോകാൻ കഴിയില്ല, ADGPയിൽ നിന്ന് ഒരു SP-ക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല. തീർച്ചയായും, കാരണം അത്തരമൊരു ആക്ഷേപമുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ ഈ സമയപരിധി 6 മാസത്തോളം സമയപരിധി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഒരു വശത്ത്. നേരത്തെ ഈ MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ DGPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത്, മറ്റു പല വിഷയങ്ങളിലും. അവിടെ 1 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ 1 മാസം പിന്നിട്ടു എന്നാണ്, ഏകദേശം 1 മാസത്തോളം ആകുന്നു. അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ എന്താണ്? ഏത് ഘട്ടം വരെ എത്തി? കാരണം നേരത്തെ PV അൻവറിൻ്റെ മൊഴിയെടുത്തു, MR അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തി. ആ കേസുമായി ബന്ധപ്പെട്ട്, ആ പരാതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു വിനോദ്?
ടോം, DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം അത് 3-ാം തീയതിയാണ്, അതായത് മറ്റന്നാൾ വരെയാണ് ആ അന്വേഷണത്തിന് നൽകിയിട്ടുള്ള സമയം. 1 മാസ കാലയളവാണ്. ഇതിൽ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനം, പിടികൂടുന്ന സ്വർണം ഈ SP-യും ADGPയും ചേർന്ന് തട്ടിയെടുക്കുന്നു. ഇത്തരത്തിലുള്ള PV അൻവറിന്റെ ആരോപണങ്ങളാണ്. SP സുജിത് ദാസ്, അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാർ, ഇവർ രണ്ടുപേരും ചേർന്ന് ഈ പിടികൂടുന്ന സ്വർണം ഉരുക്കി കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് വലിയൊരു പങ്ക് ഇവർ തട്ടിയെടുക്കുന്നു. അതിൽ P ശശിക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ സാമ്പത്തിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നതാകും ഉചിതം എന്ന ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് ആസ്ഥാനം പോവുകയായിരുന്നു, DGP പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് DGP മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. വിജിലൻസ് അന്വേഷണം ആകും നല്ലത് എന്ന നിലയ്ക്കുള്ള ശുപാർശ നൽകിയത്. രണ്ടും രണ്ട് അന്വേഷണമാണ്. ഈ ശുപാർശയിൽ മേലും സർക്കാർ തീരുമാനമെടുത്തു. വിജിലൻസ് അന്വേഷണത്തിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. പക്ഷെ അവിടെയാണ് ഈ പ്രാഥമിക അന്വേഷണം, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല. DGPയുടെ അന്വേഷണത്തിലും FIR രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണമല്ല. ഈ രണ്ട് അന്വേഷണങ്ങളിലും ADGPക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് വേണ്ടി മാത്രം 6 മാസം വരെ സമയം കൊടുത്തു. ഇതാണ് വിമർശന വിധേയമാകുന്നത്. ഈ സബ് രജിസ്ട്രാർ ഓഫീസ് വരെ പോയാൽ തന്നെ കൃത്യമായി ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫ്ളാറ്റ് മറിച്ച് വിട്ടതടക്കമുള്ള കാര്യങ്ങൾ എന്താണ് എന്നത് വ്യക്തമാകും. അങ്ങനെ ഒരു നിലയിരിക്കും ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് PV അൻവർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ വിട്ട് ആ ഓഫീസിൽ ചെന്ന ഈ രേഖകൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസം കഴിയുമ്പോൾ 66 ലക്ഷം രൂപയ്ക്ക് വിറ്റത് എന്നത് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഒരു ഇടപെടൽ വരുന്നത്. 6 മാസം എന്നത് കോടതി അങ്ങനെ ഒരു സമയമുണ്ടെങ്കിലും ഇടക്കാല റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുന്നു. തൽസ്ഥിതി റിപ്പോർട്ട് ഡിസംബറിൽ സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട MR അജിത് കുമാറിനെതിരായ കേസിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 56 വർഷം മുൻപ് വിമാന അപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പത്തനംതിട്ട ഇലന്തൂർ ഓടാലിൽ വീട്ടിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് സൈന്യത്തിന് ലഭിച്ചത്. 1968 ഫെബ്രുവരി 7-നാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനാപകടത്തിൽ തോമസ് ചെറിയാൻ മരണമടഞ്ഞത്. ഇന്നലെയാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം ലഭിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ ബന്ധുക്കളെ അറിയിച്ചത്. തോമസ് ചെറിയാൻ ഉൾപ്പെടെ 102 പേരാണ് അന്ന് മരണപ്പെട്ടത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, 5.5 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവമാണ് ഇത്. ഈ കുടുംബത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെയൊരു വർഷങ്ങൾക്ക് ശേഷം ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ ആ മൃതദേഹം കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോൾ ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? ടോം, അത് തന്നെയാണ് പ്രധാനമായ കാര്യം. കാരണം 50 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു അപകടത്തിൽ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം 2003-ലാണ് ഇത് സംബന്ധിച്ച ഒരു അറിവ്. പിന്നീട് ഈ അപകടത്തിന് 102 പേരാണ് ഈ എയർഫോഴ്സിന്റെ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഉള്ള ഈ എല്ലാവരും പൂർണ്ണമായി മരിച്ചെന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മൃതദേഹം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ വീട്ടുകാരെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് അപകടം നടന്ന ശേഷം 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഈ ലഡാക്കിൽ അപകടമുണ്ടായ മഞ്ഞുമലയിൽ നിന്നും സൈനികർക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള മൃതദേഹങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി കണ്ടെടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത്. കാരണം 2003-ലാണ് ഈ തോമസ് ചെറിയാന്റെ മരണവുമായി സ്ഥിരീകരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ വീട്ടിൽ വിവരം അറിയിക്കുന്നത്. മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കത്ത് കിട്ടുന്നത് 2003-ലാണ്. അതിനുശേഷം പിന്നീട് തിരച്ചിൽ 2-3 തവണ പല പ്രാവശ്യവും നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ ഇതുപോലെ കിട്ടാറുണ്ട്. അതിന്റെ തിരച്ചിൽ പിന്നീട് തുടർച്ചയായി സൈനിക വിഭാഗം നടത്തിക്കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഇടയിലാണ് ഇന്നലെ ഈ മൃതദേഹം കണ്ടെത്തിയ വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത്. ഏതായാലും വലിയ വിഷമവുമുണ്ട്, ഒപ്പം തന്നെ അവർക്ക് സന്തോഷമുണ്ട്. കാരണം കുടുംബത്തിൽ അവരുടെ രംഗം എന്ന നിലയ്ക്ക് 56 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരാളെ തിരിച്ചു കിട്ടിയ അവരുടെ ആചാരപ്രകാരം തിരിച്ച് അവരുടെ ദേവാലയത്തിൽ തന്നെ കൊണ്ടുവന്ന് സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശ്വാസമാണ്. പക്ഷേ ഈ തിരിച്ചു കിട്ടും, ഈ ബോഡി കണ്ടെടുത്ത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ കുടുംബത്തിന് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർച്ചയായി 2003 മുതൽ സൈനിക വിഭാഗം ഇക്കാര്യത്തിൽ വലിയ
അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ വിമാനത്തിന്റെ അവശേഷം കണ്ടെടുക്കുകയും തുടർന്ന് ഈ വിമാനത്തിൽ സഞ്ചരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള നടപടികൾ പല ഘട്ടങ്ങളായി നടത്തി വന്നിരുന്നു. 2003 ഇത് സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. ഇന്നലെ ഈ തോമസ് ചെറിയാനോടൊപ്പം തന്നെ ഉള്ള 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തുന്നു. അതിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം വന്ന് സ്ഥിരീകരിക്കുന്നത്. സംസ്കരിക്കാനുള്ള നടപടി പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം അയക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തോമസ് ചെറിയാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് അതിനുശേഷം കുടുംബക്കല്ലറയിൽ സംസ്കരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.